നമ്മൾ പണ്ടൊക്കെ ഒരു കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര റിഗ്രറ്റാണ്. ഞാൻ പറയാം, എൻ്റെ ആ സമയത്തുള്ള കാര്യം, ഞങ്ങൾ കോളേജ് പഠിക്കുന്നു അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള കാലങ്ങളിലൊക്കെ നമുക്കൊരു കുറ്റം ചെയ്ത് നമുക്ക് ഭയങ്കര റിഗ്രറ്റാണ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ നമ്മളത് ഇത് ചെയ്യാൻ നോക്കുന്നു. പക്ഷെ ഇപ്പോൾ റിഗ്രറ്റ് എന്ന് പറയുന്ന സാധനം ഇല്ല. ഇവിടെ നടക്കുന്ന ഒരു കാര്യം 10 വർഷം മുമ്പ് അമേരിക്കയിലോ അല്ലെങ്കിൽ യൂറോപ്പിലോ അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസിൽ നടന്ന കാര്യം അറ്റ് ദി സെയിം ടൈം ഇവിടെ നടക്കുന്നത് എന്തുകൊണ്ടെന്നാൽ നമുക്കിപ്പം ലോകം നമ്മുടെ കൈപ്പിടിയിലാണ്. അങ്ങനെ നമുക്കറിയാം എന്തൊക്കെയാണ് നടക്കുന്നത്, ഏതൊക്കെ രീതിയിൽ നടക്കുന്നത്, നമുക്ക് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ അറിയാം. പക്ഷെ ഒരു സിനിമ കാരണം ചിലത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചിലത് കോപ്പി ചെയ്യാൻ ശ്രമിച്ചു കാണുമായിരിക്കും. ഇങ്ങനെ ഒരു കൊലപാതകം സിനിമയിൽ കാണിച്ചിട്ട് ചിലപ്പം അത് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അല്ലാതെ സിനിമ വയലൻസ് എനിക്ക് അതിനോട് സോഷ്യൽ മീഡിയയിലാണെങ്കിലും മാധ്യമങ്ങളിലാണെങ്കിലും കൂടുതൽ ഈ വയലൻസ് സിനിമയിൽ റിഫ്ലക്റ്റ് ആവുന്നത് അല്ലെങ്കിൽ അതിന് ഡ്രഗ് യൂസ് കാണിക്കുന്നത് പുതിയ ജെൻസിയില് ഒരുപാട് പലതരത്തിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു. ഇപ്പം അടുത്ത് നടക്കുന്ന കൊലപാതകങ്ങൾക്ക് വയലൻസിനൊക്കെ സിനിമകൾ കാരണമാകുന്നു, സിനിമയിലെ നരേറ്റീവ് കാരണം. എനിക്ക് ഒരിക്കലും അതിനെ വിശ്വസിക്കുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഡ്രഗ്സ് ഇതിനൊരു കാരണം തന്നെയാണ്. നോർമൽ അല്ലാതായി പോകും ഇല്ലേ, ഒരു നോർമലായ ഒരു മനുഷ്യൻ അല്ലാതാകുന്നതാണ് ഡ്രഗ്സിൻ്റെ അമിതമായ യൂസും അല്ലെങ്കിൽ ഡ്രഗ് യൂസ് ചെയ്യുന്നത്. ഏത് തരം ഡ്രഗ് ആണെങ്കിലും നമ്മൾ നോർമലായിട്ടിരിക്കുന്ന പോലെ അല്ലല്ലോ ഒരു ഡ്രഗ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അയാൾ അയാളുടെ കംപ്ലീറ്റ്ലി ഔട്ടായിരിക്കും. ഐ മീൻ മനസ്സും ഇതും അയാൾ എന്താ ചെയ്യുന്ന പ്രവൃത്തി പോലും അയാൾക്കറിയില്ല ഇല്ലേ. പക്ഷെ ഒരു സിനിമ കാരണം ചിലത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചിലത് കോപ്പി ചെയ്യാൻ ശ്രമിച്ചു കാണുമായിരിക്കും. ഇങ്ങനെ ഒരു കൊലപാതകം സിനിമയിൽ കാണിച്ചിട്ട് ചിലപ്പം അത് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അല്ലാതെ സിനിമ വയലൻസ് എനിക്ക് അതിനോട് നമുക്കൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇത്രയും സ്ട്രോങ് ആയതുകൊണ്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നില്ലേ. ഈ പണ്ട് കാലത്തും ഇങ്ങനത്തെ കൊലപാതകം നമ്മൾ പല സ്ഥലത്തും ഇപ്പം ഇന്ന സ്ഥലത്തും നമ്മൾ പറയുന്നത് പല സ്ഥലത്തും ഇതിനെക്കാട്ടി രൂക്ഷമായ രീതിയിൽ വെട്ടിയും കുത്തിയും ഒക്കെ കൊലപാതകം നടത്തിയിട്ടുണ്ട്. അതൊക്കെ പത്രങ്ങളിലൂടെ അറിയുന്നത്. പക്ഷെ അത് എത്ര പേര് വായിക്കുന്നു, എത്ര പേര് അറിയുന്നു. ഇതിപ്പം നമ്മൾ വിഷ്വലി കാണുവാണ് പലതും. അവിടെ പോയി എല്ലാം ഷൂട്ട് ചെയ്യുവാണ്. അവിടെ പോയി അതുമല്ല ഇപ്പം അവിടെ പോയി ഒരു അച്ഛൻ മകനെ കൊന്നു, മകൻ അച്ഛനെ കൊന്നു. അപ്പം മകൻ്റെ അടുത്ത് അല്ലെങ്കിൽ പേരൻസിൻ്റെ അടുത്താണ് ഇവർ ചോദിക്കുന്നത് എന്താണ് നിങ്ങളുടെ റിയാക്ഷൻ. അത് ഏറ്റവും വലിയ അപ്പോൾ അത് കാണുമ്പോൾ ഒരു വൈക്യൂരിയസ് ഫീലിംഗ് വരുന്നത്. ഇവരെന്താണ് ഇങ്ങനെ ചോദിക്കുന്നതെന്ന് ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. പക്ഷെ ഒരു മനുഷ്യത്വമുള്ള ആൾക്കാർക്ക് അങ്ങനെ ചോദിക്കാൻ പറ്റും. കാരണം വെച്ചാൽ അവിടെ മകൻ മരിച്ചു കിടക്കുന്നു, അച്ഛൻ മരിച്ചു കിടക്കുന്നു, അപ്പോൾ പോയി ക്യാമറ ആയിട്ട് എനിക്കത് ഒരിക്കലും അൺപാർഡണബിളാണ്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ തന്നെ അതിനറിയി എന്താണ് ഈ കാണിക്കുന്നത്. ഞാൻ എപ്പോഴും ആണെങ്കിൽ ഞാനത് ക്രിറ്റിസിസം ഒന്നും അല്ല, ക്രിറ്റിസിസം ആണെങ്കിൽ ക്രിറ്റിസിസം തന്നെ. പക്ഷേ എനിക്കത് ശരിക്കും അത് ഒരു മനുഷ്യനല്ലേ, അല്ലെങ്കിൽ അവർക്കൊരു ടൈം കൊടുക്കണ്ടേ, അവർക്ക് സിങ്കിൻ ആകാൻ. നമുക്കാണ് വരുന്നതെങ്കിൽ നമുക്കൊരു ആ വേദന സിങ്കിൻ ചെയ്യാൻ സമയം അത് കൊടുക്കാതെ മറ്റേ ബൈക്കുമായിട്ട് നേരെ പോയി പറഞ്ഞോ എന്ന് പറയാൻ എങ്ങനെ മാനസികത പറയും ഇല്ലേ. എനിക്കത് ഞാൻ പറഞ്ഞു സാമൂഹ്യ മാധ്യമങ്ങൾ ഇപ്പോൾ പണ്ടൊക്കെ ഇവിടെ നടക്കുന്ന ഒരു കാര്യം 10 വർഷം മുമ്പ് അമേരിക്കയിലോ അല്ലെങ്കിൽ യൂറോപ്പിലോ അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസിൽ നടന്ന കാര്യം അറ്റ് ദി സെയിം ടൈം ഇവിടെ നടക്കുന്നത് എന്തുകൊണ്ടെന്നാൽ നമുക്കിപ്പം ലോകം നമ്മുടെ കൈപ്പിടിയിലാണ്. അങ്ങനെ നമുക്കറിയാം എന്തൊക്കെയാണ് നടക്കുന്നത്, ഏതൊക്കെ രീതിയിൽ നടക്കുന്നത്, നമുക്ക് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ അറിയാം. അതുകൊണ്ടൊക്കെ ആയിരിക്കും. പക്ഷേ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് ഡ്രഗിൻ്റെ അമിതമായ യൂസാണ്. ഇപ്പോൾ എത്ര പേരെയാണ് ഇപ്പം നമ്മൾ എല്ലാ ദിവസവും നമ്മൾ വാർത്തയിൽ കാണും അല്ലെങ്കിൽ പിന്നെ പത്രത്തിൽ കാണും ഈ ഡ്രഗിൻ്റെ കൊണ്ട് മറ്റേ കോയമ്പത്തൂരിൽ നിന്ന് വരുന്നു, ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു, ഇവിടുന്ന് വരുന്നു, അവിടുന്ന് വരുന്നു പിടിച്ചിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയും കാണും. പക്ഷേ ഇവർക്ക് ആർക്കും ഒരു ഗിൽറ്റിനെസ് ഇല്ല ഇവർക്ക്. ഞാൻ കണ്ടതിൻ്റെ ഇത് ആരും അവർ റിപ്പൻറ്റ് ചെയ്യുന്നില്ല, റിഗ്രറ്റ് ചെയ്യുന്നില്ല. അതൊക്കെ തന്നെ നമ്മൾ പണ്ടൊക്കെ ഒരു കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര റിഗ്രറ്റാണ്. ഞാൻ പറയാം, എൻ്റെ ആ സമയത്തുള്ള കാര്യം, ഞങ്ങൾ കോളേജ് പഠിക്കുന്നു അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള കാലങ്ങളിലൊക്കെ നമുക്കൊരു കുറ്റം ചെയ്ത് നമുക്ക് ഭയങ്കര റിഗ്രറ്റാണ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ നമ്മളത് ഇത് ചെയ്യാൻ നോക്കുന്നു. പക്ഷെ ഇപ്പോൾ റിഗ്രറ്റ് എന്ന് പറയുന്ന സാധനം ഇല്ല. അത് ഭയങ്കരമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇല്ലേ. അങ്ങനെയല്ലേ, റിഗ്രറ്റ് കുറവാണ് ഇതിനകത്ത്. ജെൻസി റെപ്രസെന്റേഷനിൽ എനിക്ക് അങ്ങനെ ഒരു സാധനം റിഫ്ലക്റ്റ് ആയ പോലെ തോന്നിയിട്ടുണ്ട്. അത് വില്ലൻ ക്യാരക്ടേഴ്സിനെ ഒരു ജെൻസി വൈബില് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ഈ പുതിയ ജനറേഷനിലേക്കും കൂടെ ഈ ഒരു ആശയം ലൈക്ക് ഇങ്ങനെയാണ് ഇവര് റിയാക്ട് ചെയ്യുന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു വായന വരുന്നില്ലേ.
ആക്ച്വലി സത്യം പറഞ്ഞ സിനിമ ചെയ്യുമ്പോൾ അതൊന്നും ചിന്തിച്ചിട്ടല്ല സിനിമ ചെയ്തത്, സീരിയസ് ആയിട്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഇതൊക്കെ നമ്മളുടെ മനസ്സിലേക്ക് ഇപ്പം ഓരോ 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 കാഴ്ചകൾ, ഇപ്പം നമ്മൾ കാണുന്ന കാഴ്ചകളിൽ എല്ലാം നമ്മുടെ മനസ്സിലേക്ക് ഓരോന്നോരോന്ന് അപ്ഡേറ്റഡ് ആകുന്നുണ്ട് നമ്മുടെ മനസ്സിലേക്ക് ഇല്ലേ. ആ അപ്ഡേഷനിൽ നിന്ന് വരുന്ന സാധനം അല്ല നമ്മളിത്, അത് ചിലപ്പോൾ ഓർഗാനിക്കായിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും നമ്മൾ ഇപ്പം നമ്മൾ ഓരോന്ന് പഠിച്ചു വയ്ക്കുമ്പോൾ ആ പഠിച്ചതിൽ പുതിയ പഠിക്കുമ്പം അത് അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കും ഇല്ലേ. ആ പഴയത് നമുക്കെടുത്ത് ഉപയോഗിക്കാൻ പറ്റത്തില്ല, പുതിയതായി ഇല്ലേ. ഇപ്പം നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുന്നതാണെങ്കിലും ഓരോ വർഷം വരുമ്പോൾ പുതിയത് വരുമ്പോൾ അത് ഫാസ്റ്റ് ആയിരിക്കും എന്ന് പറയുന്ന പോലെ നമ്മുടെ മനസ്സിലേക്ക് ആ സാധനം കയറും. മറ്റേത് പഴഞ്ചനായി എന്ന് നമുക്ക് തന്നെ അറിയാം. ആ പഴഞ്ചനെടുത്ത് നമ്മൾ യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളൂ, പുതിയ എടുത്ത് യൂസ് ചെയ്യുക, അങ്ങനെ വരുന്നതായിരിക്കും. അത് ഓർഗാനിക്കായിട്ട് വരുന്നതായിരിക്കും നമ്മുടെ മനസ്സിൽ. ഇങ്ങനെ ആയിരിക്കും ഇവർ അല്ലാതെ ഞാനും ഷാഹിയൊക്കെ പോയി കണ്ടിട്ടുള്ളതാണ്. ഈ ചില പിള്ളേരെന്നല്ല ലിറ്ററലി ഒരു 80% to 90% ഇങ്ങനെയാണ് പിള്ളേരിരിക്കുന്നത്. ഹോസ്റ്റലൊക്കെ പോയി ഞെട്ടിപ്പോവും. ഭയങ്കര കാഴ്ചയാണ്.